ഇനി സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഒരു ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കുക, സർവീസ് പ്രൊവൈഡറായിട്ട് നിൽക്കുക, അങ്ങനെയുള്ളൊരു സ്റ്റേജ് 2 ആണ്. അതായത് നമ്മൾ തന്നെ ഓൺ ചെയ്തിട്ട് നമ്മൾ ഒരു സെറ്റ് ഓഫ് ടീമിനെ റൺ ചെയ്യിക്കാൻ നോക്കും. അതിനും ഫണ്ട് വേണ്ടത് വളരെ കുഞ്ഞിതാണ്. അപ്പോൾ അതിനൊരു ഈ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരാൾക്കൊരു ഉത്തരവാണത്. കാരണം എന്താ വെച്ചാൽ, ഈ ഇൻവെസ്റ്ററിൻ്റെ ഫണ്ട് മേടിക്കാൻ പാടില്ല, ലോൺ എടുക്കാൻ പാടില്ല, പിന്നെ ഞാനെങ്ങനെ ബിസിനസ് ചെയ്യും? യെസ്, അവനുള്ളൊരു ഉത്തരവാണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾ തുടങ്ങേണ്ടത് ഒരു സർവീസ് ഫേം ആയിട്ടാണ്. സർവീസ് ഫേം ആയിട്ട് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ലൈക്ക് സ്മോൾ ആയിട്ട് തുടങ്ങുക. സ്മോൾ ഈസ് ഓൾവേസ് ബെറ്റർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്മോൾ ഈസ് ഓൾവേസ് ബെറ്റർ. അതുപോലെ സ്ലോ ഈസ് ബെറ്റർ ദാൻ ഫാസ്റ്റർ. സ്ലോ ഈസ് സ്റ്റേബിൾ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് പോകാനായിട്ട് പറയുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട്. അതിനെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസും ഉണ്ട്, എക്സാമ്പിളും ഉണ്ട് പറഞ്ഞു തരാനായിട്ട്. കാരണം ഞാനത് റിയലി എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്താണ്. അപ്പോൾ സ്ലോ ആണ് ഏറ്റവും ബെറ്റർ, സ്മോൾ ആണ് ഏറ്റവും ബെറ്റർ. സ്മോൾ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ കിട്ടും. യു വിൽ ബിൽഡ് എ സിസ്റ്റം ഓൺ ഇറ്റ്. അപ്പോൾ സർവീസ് സെക്ടറായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ പണം മതി ഒരു സർവീസ് സെക്ടറായിട്ട് തുടങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് നിങ്ങൾ അവിടെ നിന്ന് അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഈ സർവീസ് വിറ്റ് നിങ്ങൾ കാശ് മേടിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓണറില്ല. ടൈം വിറ്റ് കാശ് മേടിക്കുമ്പോൾ ഉള്ള പോലെ അല്ല സർവീസ് വിൽക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓണറില്ല, നിങ്ങളാണ് അതിനകത്ത് ഓണർ. പക്ഷെ നിങ്ങളുടെ ടോപ്പിൽ നിൽക്കുന്ന ഓണേഴ്സ് ആരാ? കസ്റ്റമേഴ്സാണ് നിങ്ങളുടെ ഓണേഴ്സ്. അപ്പോൾ ആ ഒരു സമയം, ആ കസ്റ്റമർ ഓണറായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം വിറ്റ് കിട്ടുന്ന ഇതിനേക്കാളും കൂടുതൽ മറ്റേതിലേക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. അതൊരു കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കുക. പക്ഷേ അതിന് കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിലും മറ്റേതിൽ ബെറ്റർ ആവണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ബി ബെറ്റർ എംപ്ലോയി ഇൻ ദ ഫസ്റ്റ് കമ്പനി. ആ ഫസ്റ്റ് കമ്പനിയിലെ ബെറ്റർ എംപ്ലോയി ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ.